ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഹെലികോപ്റ്റർ മാർഗം അടൂരിലെത്തുന്ന രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് 12:15 അടൂർ KSRTC കോർണറിൽ അടൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. അടൂരിലെ സമ്മേളനത്തിനു ശേഷം റോഡ് മാർഗം പത്തനംതിട്ടയിലെത്തുന്ന രാഹുൽ ഗാന്ധി ഉച്ചയ്ക്ക് 1 മണിക്ക് പത്തനംതിട്ട പഴയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിലും സംസാരിക്കും. ആറന്മുള, റാന്നി, കോന്നി, തിരുവല്ല നിയോജക മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് രാഹുൽ പത്തനംതിട്ടയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുന്നത്. തുടർന്ന് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിന്നും കോട്ടയത്തെത്തി UDF കഞ്ഞിക്കുഴി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത ശേഷം പുതുപ്പള്ളി, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിലേക്ക് പോകും. പത്തനംതിട്ടയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികൾക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പര്യടനം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുമെന്നും ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും UDFന്റെ വിജയം ഉറപ്പാകുമെന്നും ആന്റോ ആന്റണി MP അഭിപ്രായപ്പെട്ടു. വരുന്ന ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പര്യടനത്തിനെത്തുമെന്നും MP അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ AICC സെക്രട്ടറിമാരായ രുദ്രൻ രാജു, സരിത ലക്ലാഗ്, KPCC ജനറൽ സെക്രട്ടറി P മോഹൻരാജ്, DCC വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് A സുരേഷ് കുമാർ, അഡ്വക്കേറ്റ് വെട്ടൂർ ജ്യോതിപ്രസാദ്, അഡ്വക്കേറ്റ് അനിൽ തോമസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ദുച്ചൂടൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Zion Medical College Hospital, Adur, Pathanamthitta.